അതെ, സക്കറിയായുടെയും അന്നയുടെയും മകൾ സൂസൻ. സാവുൾ ഇന്ന് വരുമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. നാളെ പോയി പെൺകുട്ടിയെ കാണാം. പുരോഹിത സംഘവുമായി ആലോചിച്ച് ഏറ്റവും അടുത്ത ദിവസം വിവാഹം. നിന്നെ അറിയും സൂസന്നയുടെ അപ്പൻ. അപ്പ ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല ചിന്തിക്കുന്നത്. തുടർന്ന് പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. 4 വർഷം പഠിപ്പ് പൂർത്തിയാക്കിയതല്ലേ ഇയാൾ? 40 വർഷമോ ശ്രമിച്ചാൽ പൂർത്തിയാവുന്നതല്ല പഠിപ്പ്. മനുഷ്യന്റെ മരണം വരെ പഠിക്കാം. അത് ജീവിതത്തോടൊപ്പം നടന്നോളൂ. ആഹാരത്തിന് മുമ്പിലിരുന്ന് അധികം ആലോചിക്കണം. കഴിക്കുക. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അപ്പൻ സൂസന്നെ പറ്റി മാത്രമാ ഇവിടെ സംസാരിക്കുക. സൂസന്നയുടെ കണ്ണുകൾ വെള്ളാരങ്കല്ല് പോലെ തിളക്കമുള്ളതാണെന്ന്, കാണാൻ സുന്ദരിയാണെന്ന് അപ്പൻ പറഞ്ഞത്. അപ്പൻ അവിടെ എത്തുമ്പോൾ സൂസന്ന സങ്കീർത്തനം ചൊല്ലുന്നതാ കേൾക്കുന്നത്. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും തീഷ്ണതയുള്ള നീ എന്താ സൂസനെ പറ്റി ആലോചിച്ച് അന്തമിട്ടിരിക്കണോ? നാളെ പോയി കണ്ടിട്ട് സ്വപ്നം കാണാം. മോനിഷ്ടപ്പെടും. അപ്പൻ നിനക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളതൊന്നും ഇതുവരെ മോശമായിട്ടില്ല. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഈ പ്രായം വിവാഹത്തിന് പറ്റിയ ഏറ്റവും നല്ല സമയം. അപ്പൊ ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല ചിന്തിക്കുന്നത്. നീ ചിന്തിക്കേണ്ട കാര്യമല്ല, എന്റെ ഉത്തരവാദിത്തമാണ്. ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ഈ വിഷയത്തെ പ്രതി വളരെയേറെ ആത്മസംഘർഷത്തിലായിരുന്നു. ഉറച്ചൊരു തീരുമാനത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. എന്ത് തീരുമാനം? എന്നൊരു നിയമപണ്ഡിതനാക്കണം, മതപണ്ഡിതനാക്കണം എന്നായിരുന്നല്ലോ അപ്പന്റെ ആഗ്രഹം. അതിനല്ലേ ജെറുസലേമിൽ വിട്ട് പഠിപ്പിച്ചത്? വിവാഹം വേണ്ട എന്നാണ് എന്റെ തീരുമാനം. തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാനല്ല പഠിക്കാൻ അയച്ചത്. മുതിർന്ന കുട്ടിയായി, പഠിപ്പായി, ഇനി അപ്പനെ അനുസരിക്കണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പനെ അനുസരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഈ വിവാഹ കാര്യത്തിൽ അപ്പനെടുത്ത തീരുമാനം മാറ്റും. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. അത്രയ്ക്ക് ചെറിയൊരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് പഠിക്കണം, അറിയാനും അന്വേഷിക്കാനും എനിക്കൊരു കുടുംബ ജീവിതം തടസ്സമാക്കും. ധിക്കാരം പറയുന്നു. അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങാം. ജീവിതം മകൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. ആണോ? എന്നെ അനുസരിക്കാത്ത മകനെ എനിക്ക് വേണ്ട. സൗൾ, എന്താ ഇത്? നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒന്ന് അപ്പൻ ആലോചിക്കുമോ? അമ്മ, വിവാഹം കഴിക്കുക, കുടുംബമായി കഴിയുക എന്നൊക്കെ പറയുന്നത് ഏതൊരുവനെ കൊണ്ടും കഴിയും. ഞാനൊരു നിയമപണ്ഡിതനാകണം, മതപണ്ഡിതനാകണം എന്നെന്റെ അപ്പൻ ആഗ്രഹിച്ചത് അദ്ദേഹം വേറിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഗമാലിയേലിന്റെ പാഠശാലയിൽ പോയി ഇനിയും പഠിക്കണം. നമ്മൾ യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ഒരു യഹൂദൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നവനാണ് ഞാൻ. സമുദായത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പിത ജീവിതമായിരിക്കണം എന്റേതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണ്. സൗൾ വ്യത്യസ്തനായിരിക്കണമെന്ന് എന്റെ അപ്പൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ നമ്മുടെ വിശ്വാസത്തെ പ്രതി തീഷ്ണതയുള്ളവനാണ്. ഇതെന്റെ തീരുമാനമല്ല, അപ്പന്റെ പ്രാർത്ഥന കേട്ട യഹോവയുടെ തീരുമാനമാണ്. സൗൾ യഹോവയാൽ വിളിക്കപ്പെട്ടവനാണെന്ന് നാളെ എന്റെ അപ്പൻ അഭിമാനിക്കും. ഇത് ദൈവനിയോഗമാണ്. എന്റെ ആഗ്രഹങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അനുസരണയുള്ളവനെന്നും പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും അറിയപ്പെടട്ടെ സൗൾ. സാവൂൾ നിയമപഠനത്തിനും രാജ്യസേവനത്തിനുമായി വീണ്ടും ജെറുസലേമിലേക്ക്. ഗമാലിയേലിനൊപ്പം പഠനവും രാജ്യസേവനവുമായി കാലങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും ഉയർപ്പുമൊക്കെ കഴിഞ്ഞുപോയി. ഒരേ പ്രദേശത്ത് പ്രവർത്തിച്ചിട്ടും സാവൂൾ ഒരിക്കലും ക്രിസ്തുവിന്റെ വഴിയിലോ ദൃഷ്ടിയിലോ കിട്ടില്ല. അത് ചരിത്രത്തിന്റെ നിയോഗം. ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രവർത്തന വഴിയിൽ ഇതാ സാവൂൾ. സൗൾ വരുന്നുണ്ടാക്കിയത് യേശുവിന്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നു. ആ മുൻപിൽ വരുന്നവൻ പത്രോസ്, ഒപ്പം പിന്നാലെ കൂടിയിരിക്കുന്നവൻ യോഹന്നാൻ.
ധർമ്മവും ഞങ്ങളുടെ കൈവശമില്ല. എങ്കിലും ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. ഞങ്ങൾ സ്വന്തം ശക്തിയോ കഴിവോ കൊണ്ടല്ല ഇതിന് നടക്കാൻ കഴിവ് കൊടുത്തു. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധനും നീതിമാനുമായ യേശുവിനെ നിങ്ങൾ നിരാകരിച്ച് തള്ളിപ്പറഞ്ഞു. ജീവന്റെ നാഥനെ നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നു. പക്ഷേ ദൈവം അദ്ദേഹത്തെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. ഞങ്ങൾ അതിന്റെ സാക്ഷികളാണ്. നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് യേശു ക്രിസ്തുവാണ്. പശ്ചാത്തപിക്കുവിൻ, ദൈവത്തിലേക്ക് തിരിയുവിൻ. നിർത്തുക. യഹൂദ നിയമപ്രകാരം കുറ്റവാളിയായി കുരിശിൽ മരിച്ചവനാണ് യേശു. മരിച്ച ക്രിസ്തുവിലല്ല, ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ക്രിസ്തു എന്നും ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മനുഷ്യൻ സംഭവിച്ചിരിക്കുന്ന മഹാത്ഭുതം. പ്രിയമുള്ളവരെ, യേശു മരിച്ചു എന്ന് ബോധ്യമുള്ളവരാണ് നമ്മൾ. മായാജാലം കാണിച്ച് നമ്മുടെ സമൂഹത്തിൽ അന്തചിത്രം ഉണ്ടാക്കിയവർ, അവന്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നവർ നമ്മുടെ മതത്തെയും വിശ്വാസത്തെയും കളങ്കപ്പെടുത്തുന്നു, ചോദ്യം ചെയ്യുന്നു. സുന്ദരകവാടത്തിലിരുന്ന് ഭിക്ഷയാഴ്ച ജന്മനാ കൊടുത്തനായി ഇവൻ സുഖം പ്രാപിച്ചത് ഞങ്ങൾ അവിശ്വസിക്കണം. യഹൂദന്റെ ദൈവം യഹോവയാണ്, അല്ലാതെ ഇത്തരം മായാജാലക്കാരല്ല. ജീവിച്ചിരുന്ന യേശുവിനേക്കാൾ ശല്യക്കാരനാകുന്നു മരണപ്പെട്ട യേശു. ഈ യാചകൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അയാൾക്ക് ഭിക്ഷ കൊടുത്തത്. ഇവറ്റിൽ ഇനി സംസാരിക്കാൻ പാടില്ല. വിപ്ലവം പ്രസംഗിച്ച് നടക്കുന്ന ഇവർ ഈ നാട് ഭാഗത്താണ്.